ഓറൽ സെക്സ് സുരക്ഷിതമാണോ? അല്ലെങ്കിൽ നാം അവഗണിക്കുന്നൊരു വലിയ ആരോഗ്യ ഭീഷണിയോ? ഇന്നത്തെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അഥവാ HPV എന്ന വൈറസ് വായയിലും തൊണ്ടയിലുമുണ്ടാകുന്ന ക്യാൻസറുകളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ഓറോഫാരിഞ്ചിയൽ ക്യാൻസർ, തൊണ്ട, നാവിന്റെ പിൻഭാഗം, ടോൺസിൽസ് എന്നിവയെ ബാധിക്കുന്ന ഈ രോഗം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വർദ്ധിച്ചു വരികയാണ്. മുൻകാലങ്ങളിൽ പുകവലിയും മദ്യപാനവുമാണ് വായിലെ ക്യാൻസറിന്റെ പ്രധാന കാരണങ്ങളെന്ന് കരുതിയിരുന്നു. എന്നാൽ ഇന്ന് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ഓറൽ സെക്സ്, ഒരു പ്രധാന കാരണമായി മാറിയിരിക്കുകയാണ്. അതേസമയം സമൂഹത്തിൽ ഇപ്പോഴും ഒരു വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നു. ഓറൽ സെക്സിലൂടെ രോഗങ്ങൾ പകരില്ല എന്നത്. യാഥാർത്ഥ്യത്തിൽ ഹെർപീസ്, ഗൊണോറിയ, സിഫിലിസ് പോലുള്ള ലൈംഗിക രോഗങ്ങൾ പോലും വായ വഴി പകരാം. ഇതിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും നമ്മൾ അവഗണിക്കുന്നതായിരിക്കും. കഴുത്തിലെ മുഴകൾ, വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്, വിട്ടുമാറാത്ത തൊണ്ടവേദന, ഇവയെ ചെറിയ പ്രശ്നങ്ങളെന്ന് കരുതി പലരും ചികിത്സ വൈകിപ്പിക്കുന്നു. അപ്പോൾ ഇതിനെതിരെ എന്താണ് പ്രതിരോധം? ഏറ്റവും ഫലപ്രദമായ മാർഗം HPV വാക്സിനേഷൻ. എന്നാൽ അതിനൊപ്പം തന്നെ ലൈംഗിക ബന്ധത്തിൽ സുരക്ഷിത മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് അത്യന്താപേക്ഷിതമാണ്. കോണ്ടം, ഡെന്റൽ ഡാം പോലുള്ള സുരക്ഷാ ഉപകരണങ്ങൾ രോഗാണുക്കൾ പകരുന്ന നേരിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുന്നു. ഇവ 100% സംരക്ഷണം നൽകുന്നില്ലെങ്കിലും രോഗസാധ്യത ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നു. ആരോഗ്യ ഏജൻസികൾ പറയുന്നത് വളരെ വ്യക്തമാണ്. ഓരോ തവണയും പുതിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കുക, ശരിയായ രീതിയിൽ ഉപയോഗിക്കുക, കൂടാതെ ഓയിൽ അടിസ്ഥാനത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക. ഇതിനു പുറമെ പങ്കാളികളുടെ എണ്ണം നിയന്ത്രിക്കുക, ലക്ഷണങ്ങൾ കാണുമ്പോൾ ഉടൻ പരിശോധന നടത്തുക, ലൈംഗിക ആരോഗ്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക, ഇവയൊക്കെ രോഗപ്രതിരോധത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. ഇന്നത്തെ യാഥാർത്ഥ്യം എന്തെന്നാൽ അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ അപകടം. അതുകൊണ്ടുതന്നെ ബോധവൽക്കരണം, സുരക്ഷ, മുൻകരുതൽ, ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഓർമ്മിക്കുക, ചെറിയ ശ്രദ്ധ വലിയ രോഗങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. Stay healthy. Follow for more.